ഞാൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. സോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എങ്ങനെ പുതിയൊരു ഫീൽഡ് പിന്നെ പഠിച്ചെത്തുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ്ലി മാറി. നമുക്ക് ABCD പഠിപ്പിച്ച് തരണവർ ബേസ് എന്നെല്ലാം പഠിപ്പിച്ച് തന്നിട്ടാണ് പോകുന്നത്. സോ ഈ ഫീൽഡിനെ പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്ക് വരെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. സാധാരണ ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ എക്സാമ്പിൾസ് കാണിച്ചു തരും, അത്രേ ഉള്ളൂ. പക്ഷേ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് സാർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട്, സാറ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് പറയുന്നുണ്ട്. സോ അത് നമുക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ സുഖമായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. MRFൻ്റെ കോൾ ഒരു സഡൻ കോളായിരുന്നു, തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. സോണിയ മാം ചോദിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ റെസ്യൂമേ അയച്ചു കൊടുത്തു. ആൻഡ് ഇപ്പോൾ സഡനായിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ എഫക്റ്റ് ഈ പ്രാവശ്യം MRFന് പോയപ്പോഴാണ് മനസ്സിലായത്. ഒരിക്കലും പ്രതീക്ഷ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതിന് പ്രതീക്ഷ ഉണ്ടാവില്ല. പിന്നെ ഒരു ഫ്രഷർക്ക് ഒരിക്കലും ഒരു ഫീൽഡിൽ ഇത്ര അധികം സാലറി കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല. സോ അത് ഭയങ്കര ലക്കായിട്ട് തോന്നും. പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സസ് വളരെ ലൈറ്റാണ്. അതായത് പഠിക്കാനുള്ള സാധനങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. സോ നമ്മളത് പക്കയായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ മതിയായിരുന്നു, റെഫർ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. അത്രയും ഡീറ്റെയിൽഡായിട്ട് തന്നെ ക്ലാസ് പോയായിരുന്നു. ഈവൻ PPTസും ടെക്സ്റ്റ് ബുക്കും എല്ലാം ഭയങ്കര യൂസ്ഫുള്ളാണ്. മോഹൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആ ടെക്സ്റ്റ് ബുക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഉണ്ടാക്കിയതിൻ്റെ ക്വാളിറ്റി നമുക്ക് അതിൽ കാണാമായിരുന്നു. ഇപ്പോൾ ഒരു ChatGPT നോക്കി റെഫർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കൊരു പേജ് എക്സ്ട്രാ തന്നിരുന്നു, അതിൽ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യായിരുന്നു. സോ റെഫർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരുന്നു പുസ്തകം.